മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. ജില്ലാ നേതാക്കൾ സ്ഥലത്ത് സന്ദർശനം നടത്തി. ബി.ജെ.പി. കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി. ദേവദാസിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. മലയോര ഹൈവേ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചുമായി ബന്ധപ്പെട്ടാണ് വിവാദം നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയം പഠിക്കുന്നതിനായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞ മലയോര ഹൈവേയിൽ വൻ അഴിമതി നടന്നതായി നേരത്തെ തന്നെ ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ബി.ജെ.പി. നേതാക്കളുടെ സന്ദർശനം. കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ 34.5 കിലോമീറ്റർ പ്രവൃത്തി ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മേലെ കക്കാടംപൊയിൽ അകമ്പുഴ താഴെ കക്കാടംപൊയിൽ വരെയുള്ള 7.5 കിലോമീറ്റർ പ്രവൃത്തി ചെയ്യാതിരിക്കുകയും കരാർ തുക ക്രമാതീതമായി ULCCക്ക് കൂട്ടി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുന്നതിനായാണ് സ്ഥലത്തെത്തിയതെന്ന് ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് മലയോര ഹൈവേയിൽ ഒരു 7 കിലോമീറ്ററിലധികം ദൂരം സ്ഥലം യഥാർത്ഥത്തിലുള്ള ഹൈവേ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ വന്നു നോക്കുന്ന സമയത്ത് വളരെ വലിയ തുക ചെലവ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള റോഡ് 12 മീറ്റർ വീതിയിൽ വന്ന് ഇവിടെ അവസാനിക്കുന്നു. ആനക്കല്ലുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിച്ച് പിന്നെ ഒരു 7 കിലോമീറ്റർ ദൂരം കേവലം 6 മീറ്റർ ദൂരമുള്ള ചെറിയ വില്ലേജ് റോഡാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. 144 കോടി രൂപ വകയിരുത്തിയിരുന്ന റോഡ് പിന്നീട് അത് റിവൈസ് ചെയ്ത് 221 കോടി രൂപ ആക്കി. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏറ്റെടുത്ത് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ റോഡ് എന്തുകൊണ്ട് ഇത്രയും ദൂരം അതിന്റെ പണി പൂർത്തിയാക്കാതെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. 7.5 കിലോമീറ്റർ പ്രവൃത്തി മലയോര ഹൈവേയിൽ നിന്നും ഒഴിവാക്കിയതിലൂടെ 56 കോടി രൂപയോളം കരാർ സംഖ്യയിൽ കുറയുന്നതിന് പകരം 221 കോടി രൂപയായി കരാർ കൂട്ടി നൽകുകയാണ് ചെയ്തതെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. മാത്രമല്ല കരാർ പ്രകാരമുള്ള പല പ്രവൃത്തികളും മലയോര ഹൈവേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.